നമ്മളിപ്പോൾ പഠിക്കാൻ പോണത് പാൻക്രിയാസിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ്. പാൻക്രിയാസ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യണത്? ഡോർസൽ ആൻഡ് വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് എന്നാണ് ഡെവലപ്പ് ചെയ്യണത്. ഇത് എവിടെ ഉണ്ടാവുക? ഡോർസൽ ആൻഡ് വെൻട്രൽ വാൾസ് ഓഫ് ടെർമിനൽ പാർട്ട് ഓഫ് ഫോർഗട്ടിലാണ് ഇത് ഉണ്ടാവുക. ഇനി ഡോർസൽ പാൻക്രിയാറ്റിക് ബഡ് ആണ് വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡിനെക്കാളും വലുത്. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോണത് ചേഞ്ച് ഇൻ പാൻക്രിയാറ്റിക് ബഡിനെ പറ്റിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഈ പിക്ചർ ഒബ്സർവ് ചെയ്യാം. ഇത് വെൻട്രൽ സർഫസും ഇത് ഡോർസൽ സർഫസും ആണ്. വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് ഉള്ളത് വെൻട്രൽ സർഫസ് ഓഫ് ഫോർഗട്ടിലും ഇൻ ക്ലോസ് റിലേഷൻ വിത്ത് ഹെപ്പാറ്റിക് ബഡിനും ആയിട്ടാണ്. ഇനി ഡോർസൽ പാൻക്രിയാറ്റിക് ബഡ് ഉള്ളത് ഡോർസൽ സർഫസ് ഓഫ് ദ ഫോർഗട്ടിലാണ് ഉള്ളത്. ഇനി ഈ പിക്ചർ നോക്കാം. ഇത് ഈ പിക്ചറിന്റെ റൈറ്റ് സൈഡും ഇത് ഈ പിക്ചറിന്റെ ലെഫ്റ്റ് സൈഡും ആണ്. ഓക്കെ. ഇനി റൊട്ടേഷൻ ഉണ്ടാവുന്ന സമയത്ത്, അതായത് 90 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ടാവുന്ന സമയത്ത് വെൻട്രൽ ബഡ് റൈറ്റ് സൈഡിലോട്ടും ഡോർസൽ ബഡ് ലെഫ്റ്റ് സൈഡിലോട്ടും പോകും. ഡ്യൂ ടു ഡിഫറൻഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഗട്ട് വാൾ കാരണം ഈ വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോയിട്ട് ഡോർസൽ പാൻക്രിയാറ്റിക് ബഡിന്റെ ഒപ്പം നിൽക്കും. അതാണ് ഇവിടെ പറയണത്. ബിഫോർ റൊട്ടേഷൻ വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് വെൻട്രൽ ആസ്പെക്റ്റിലും ഡോർസൽ പാൻക്രിയാറ്റിക് ബഡ് ഡോർസൽ ആസ്പെക്ട് ഓഫ് ദ ഡുഓഡിനത്തിലാണ് നിൽക്കുന്നത്. റൊട്ടേഷന് ശേഷം വെൻട്രൽ ബഡ് അലോങ് വിത്ത് പ്രിമിറ്റീവ് ബൈൽ ഡക്ട് റൈറ്റ് സൈഡിലോട്ടും ഡോർസൽ ബഡ് ലെഫ്റ്റ് സൈഡിലോട്ടും പോകും. ബിക്കോസ് ഓഫ് ഡിഫറൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദ ഗട്ട് വാൾ വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് ലെഫ്റ്റിലോട്ട് പോയിട്ട് മൂവിങ് ക്ലോസർ ടു ഡോർസൽ പാൻക്രിയാറ്റിക് ബഡ്. അതാണ് ഈ പിക്ചറിലുള്ളത്. ഇനി നമ്മൾ ഡെവലപ്മെന്റിനെ പറ്റി പറയുമ്പോൾ 3 ഡെവലപ്മെന്റിനെ പറ്റി പറയണം. ഒന്ന് പാൻക്രിയാറ്റിക് ടിഷ്യൂ, രണ്ടാമത്തത് ഡക്ട് സിസ്റ്റം, മൂന്നാമത്തത് സെക്രീറ്ററി എലമെന്റ്സ്. ആദ്യം നമ്മൾ പാൻക്രിയാറ്റിക് ടിഷ്യൂവിനെ പറ്റിയിട്ട് പറയാം. പാൻക്രിയാറ്റിക് ടിഷ്യൂ എങ്ങനെ ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് 2 ബഡ്സിന്റെ ഫ്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യണത്? പാൻക്രിയാറ്റിക് ടിഷ്യൂ ഫോം ചെയ്യണത്. ഇത് 7th വീക്ക് ഓഫ് ഇൻട്രായൂട്രിൻ ലൈഫിലാണ് ഇത് നടക്കുന്നത്. വെൻട്രൽ ബഡ് എന്നാണ് ലോവർ പാർട്ട് ഓഫ് ഹെഡ് യൂണിക്കേറ്റ് പ്രോസസ്സും, ഡോർസൽ ബഡ് എന്നാണ് എന്താണ് ഫോം ചെയ്യണത്? അപ്പർ പാർട്ട് ഓഫ് ഹെഡ്, നെക്ക്, ബോഡി, ടെയിൽ ഓഫ് പാൻക്രിയാസ് ഫോം ചെയ്യണത്. ഇനി അടുത്തത് ഡക്ട് സിസ്റ്റത്തിനെ പറ്റി പറയാം. ബിഫോർ അനസ്തോമോസിസ് ശരിക്കും 2 ഡക്ട്സ് ആണുള്ളത്. ഒന്ന് മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റും രണ്ടാമത്തത് അക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റും. ബിഫോർ അനസ്തോമോസിസിൽ ഈ 2 ഡക്റ്റും ഡുഓഡിനത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആവും. പക്ഷെ അനസ്തോമോസിസിന് ശേഷം ഇതിലൊരു എന്തുണ്ടാവും? ക്രോസ് ലിങ്കേജ് ഉണ്ടാവും. അപ്പോ മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൽ പാർട്ട് ഡക്ട് ഓഫ് ഡോർസൽ ബഡിന്റെയും ഈ ഒബ്ലിക് പാർട്ട് മിഡിൽ ഒബ്ലിക് പാർട്ട് അനസ്തോമോസിസ് ഓർ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് 2 ബഡ്സും പ്രോക്സിമൽ പാർട്ട് വെൻട്രൽ ബഡിന്റെ ഡക്റ്റും ആണ്. എന്നിട്ട് ഇത് എവിടെ പോയിട്ടാണ് ഓപ്പൺ ചെയ്യുക? മേജർ ഡുഓഡിനൽ പാപ്പിലയിലാണ് പോയിട്ട് ഓപ്പൺ ചെയ്യുക. ഇനി അടുത്തത് അക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത് ഡോർസൽ പാൻക്രിയാറ്റിക് ബഡിന്റെ ഡക്റ്റ് ആണ്. ഇത് എവിടെ പോയിട്ടാണ് ഓപ്പൺ ചെയ്യുക? മൈനർ ഡുഓഡിനൽ പാപ്പിലയിൽ പോയിട്ടാണ് ഓപ്പൺ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. 2 ഡക്ട് സിസ്റ്റം ആണുള്ളത്. മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റും അക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റും. ബിഫോർ അനസ്തോമോസിസിൽ both separately opens into duodenum. After anastomosis cross communication establish ആവും. മെയിൻ പാൻക്രിയാറ്റിക് ബഡിനെ പറ്റി നോക്കുമ്പോൾ ഡിസ്റ്റൽ പാർട്ട് ഡക്ട് ഓഫ് ഡോർസൽ ബഡും മിഡിൽ ഒബ്ലിക് പാർട്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് 2 ബഡ്സും പ്രോക്സിമൽ പാർട്ട് ഡക്ട് ഓഫ് വെൻട്രൽ ബഡും ആണ്. അത് ഓപ്പൺസ് ഇൻറ്റു മേജർ ഡുഓഡിനൽ പാപ്പില അലോങ് വിത്ത് ബൈൽ ഡക്ട്. ഇനി അടുത്തത് അക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഫോം ചെയ്തേക്കുന്നത് ഡക്ട് ഓഫ് ഡോർസൽ പാൻക്രിയാറ്റിക് ബഡ് വഴിയാണ്. ഇത് എവിടെയാണ് പോയിട്ട് ഓപ്പൺ ചെയ്യുക? മൈനർ ഡുഓഡിനൽ പാപ്പിലയിലാണ്. ഇത് എവിടെയാണ് ഉള്ളത്? 2.5 സെന്റിമീറ്റർ പ്രോക്സിമൽ ടു മേജർ ഡുഓഡിനൽ പാപ്പില. ഇനി റിപ്പീറ്റഡ് ബ്രാഞ്ചിങ് കാരണം ഇന്റർലോബുലർ അല്ലെങ്കിൽ ഇൻട്രാലോബുലർ ഡക്ട് ഫോം ചെയ്യും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സെക്രീറ്ററി എലമെന്റ്സിനെ പറ്റിയിട്ടാണ്. ഈ പാരൻകൈമ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് ഓഫ് എൻഡോഡെർമൽ പാൻക്രിയാറ്റിക് ബഡ്സ് ഇൻടു സറൗണ്ടിങ് മീസോഡം. ഈ പാൻക്രിയാസിൽ 2 ഗ്ലാൻസ് ഉണ്ട്. എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്, എക്സോക്രൈൻ പാർട്ടും ഉണ്ട്. എക്സോക്രൈൻ പാർട്ട് അതായത് അതിൽ അസിനാർ സെൽസ് ആണുള്ളത്. അത് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊലിഫറേഷൻ ഓഫ് സെൽസ് അറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഡക്ട് സിസ്റ്റം. അങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി എൻഡോക്രൈൻ പാർട്ട് അതായത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഡെവലപ്പ് ചെയ്യുന്നത് സെപ്പറേഷൻ ഓഫ് സെൽസ് ഫ്രം ടെർമിനേഷൻ ഓഫ് ദ ഡക്ട് സിസ്റ്റം. എക്സോക്രൈനെ ഡെവലപ്പ് ചെയ്യുന്നത് അസിനാർ സെൽസ്. എക്സോക്രൈൻ പാർട്ടിലാണ് അസിനാർ സെൽസ് ഉള്ളത്. അത് ഡെവലപ്പ് ചെയ്യുന്നത് പ്രൊലിഫറേഷൻ ഓഫ് ദ ടെർമിനേഷൻ ഓഫ് ദ ഡക്ട് സിസ്റ്റത്തിൽ നിന്നാണ്. എൻഡോക്രൈൻ പാർട്ടിലാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉള്ളത്. അത് ഡെവലപ്പ് ചെയ്യുന്നത് സെപ്പറേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഫ്രം ടെർമിനേഷൻ ഓഫ് ദ ഡക്ട് സിസ്റ്റത്തിൽ നിന്നാണ്. ഇനി
അതിന്റെ ഫംഗ്ഷൻസ് എപ്പോഴേക്കാണ് സ്റ്റാർട്ട് ചെയ്യാനും 7th വീക്കിൽ ആൽഫ സെൽസ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗൺ സെക്രീറ്റ് ചെയ്യുക. 10th വീക്കിൽ ബീറ്റ സെൽസ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുക. എക്സോക്രൈൻ പാർട്ട് ആഫ്റ്റർ ബർത്തിന് ശേഷമാണ് അത് ഫംഗ്ഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി അതിന്റെ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനും അതിന്റെ ക്ലിനിക്കൽ ആസ്പെക്ട്സും കൂടി എഴുതണം. ഇതിന്റെ അനോമലീസ് ഓഫ് പാൻക്രിയാസ് എന്തൊക്കെയാ വരുന്നതെന്ന് പറഞ്ഞാൽ ആനുലാർ പാൻക്രിയാസ്, ഡിവൈഡഡ് പാൻക്രിയാസ്, എക്ടോപിക് പാൻക്രിയാറ്റിക് ടിഷ്യൂ. ആനുലാർ പാൻക്രിയാസ് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ടിഷ്യൂ ഫോംസ് റൗണ്ട് അറൌണ്ട് സെക്കൻഡ് പാർട്ട് ഓഫ് ഡുവോഡിനം. ഇത് കാരണം ഡുവോഡിനൽ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ അബ്നോർമൽ റൊട്ടേഷൻ ഓഫ് ദ വെൻട്രൽ പാൻക്രിയാറ്റിക് ബഡ് കാരണം. ഇനി ഡിവൈഡഡ് പാൻക്രിയാസ് ഫെയിലിയർ ഓഫ് ഫ്യൂഷൻ ഓഫ് ബോത്ത് ബഡ്സ് കാരണമാണ് ഇതുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇതിന് എന്തായിരിക്കും സെപ്പറേറ്റ് ഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ക്രോസ് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും അതിലുണ്ടാവില്ല. ഇനി അടുത്തത് എക്ടോപിക് പാൻക്രിയാറ്റിക് ടിഷ്യൂ. ഈ എക്ടോപിക് പാൻക്രിയാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് ആ പാൻക്രിയാറ്റിക് ടിഷ്യൂ അതിന്റേതായ സ്ഥലത്ത് നിൽക്കാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിന്നാലാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുക. അതായത് ചിലപ്പോൾ അത് സ്റ്റൊമക്കിൽ പോയി നിൽക്കും, ചിലപ്പോൾ ഡുവോഡിനത്തിൽ പോയി നിൽക്കും, ചിലപ്പോൾ സ്പ്ലീനിലോട്ട് പോയി നിൽക്കും. ഇതാണ് ഇതിലുള്ളത്. ഇത്രയാണ് നമ്മൾ പാൻക്രിയാസിന്റെ ഡെവലപ്മെന്റിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടത്. ഡോർസൽ ആൻഡ് വെൻട്രൽ ബഡ് എന്നാണ് വരുന്നത്. ഡോർസൽ ബഡാണ് വലുത്. പിന്നെ ആ റൊട്ടേഷനെ പറ്റി പറയണം. അതിനുശേഷം പാൻക്രിയാറ്റിക് ടിഷ്യൂ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയണം. ഡക്ട് സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയണം. അതിൽ 2 ഡക്ട്സ് ഉണ്ട്, മെയിൻ പാൻക്രിയാറ്റിക് ഡക്റ്റും അക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റും. അത് രണ്ടും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് സെക്രീറ്ററി എലിമെന്റ്സ്, അതായത് പാരൻകൈമ, എക്സോക്രൈൻ പാർട്ട്, എൻഡോക്രൈൻ പാർട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്ലിനിക്കൽ ആസ്പെക്ട്സും കൂടി എഴുതിയ ഈ ഉത്തരത്തിനുള്ള ആൻസർ.